നമസ്കാരം. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും നിലവിൽ തയ്യാറല്ലെന്നും പ്രതിരോധം ശക്തമായി തുടരുകയെന്നതാണ് തങ്ങളുടെ പദ്ധതിയെന്നും വ്യക്തമാക്കി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കാൻ US 15 കർമ്മ പദ്ധതി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ കർശന നിലപാട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകളെക്കുറിച്ച് ചിന്തിക്കുന്നത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് അരാഗ്ചി പറഞ്ഞു. പ്രതിരോധം തുടരുക എന്നതാണ് നിലവിലെ തങ്ങളുടെ പദ്ധതി. ചർച്ചകൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ചർച്ചകൾക്ക് പകരം പ്രതിരോധത്തിന് മുൻഗണന നൽകുന്നതിലൂടെ തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും നയതന്ത്ര പോരാട്ടം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. ട്രംപിന്റെ ഉപാധികൾ ഇറാൻ തള്ളുന്ന സാഹചര്യത്തിൽ 15 ഇന നിബന്ധനകൾക്ക് പകരം 5 നിബന്ധനകൾ യുദ്ധം അവസാനിപ്പിക്കാനായി ഡൊണാൾഡ് ട്രംപിന് മുൻപാകെ വെച്ചിരിക്കുകയാണ് ഇറാൻ. അതിങ്ങനെയാണ്: 1. ഹോർമൂസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക. ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കുക. വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകുക. യുദ്ധം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുക. ഭാവിയിൽ യുദ്ധമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ്. US അവരുമായി തന്നെയായിരിക്കും ചർച്ചകൾ നടത്തുന്നതെന്നും തങ്ങളെപ്പോലുള്ളവർക്ക് അമേരിക്കയുമായി ചേർന്നു പോകാനാകില്ലെന്നും ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫാഖറി പരിഹസിച്ചതിന് തൊട്ടുപിറകെയാണ് ഇറാൻ 5 പദ്ധതികൾ അമേരിക്കയ്ക്ക് മുൻപ് വെച്ചിരിക്കുന്നത്. എന്തായാലും നയതന്ത്ര തർക്കങ്ങൾ തുടരുകയാണ്. ഇറാന്റെ ഈ 5 പദ്ധതി എന്തായാലും അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരും. അതേസമയം നയതന്ത്ര തർക്കങ്ങൾക്കിടെ സൈനികമായ നീക്കങ്ങളും ഇറാൻ സജീവമാക്കിയിട്ടുണ്ട്. US-ന്റെ F-18 ഫൈറ്റർ വിമാനത്തെ ലക്ഷ്യം വെച്ചതായി അവകാശപ്പെട്ട് ഇറാൻ രംഗത്തെത്തി. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഒരു ഫൈറ്റർ ജെറ്റ് പറക്കുന്നതും പിന്നാലെ അതിന് നിയന്ത്രണം നഷ്ടമാകുന്നതുമാണ് വീഡിയോയിലുള്ളത്. എന്നാൽ വിമാനം ആക്രമിക്കപ്പെട്ടോ എന്ന് കാര്യത്തിൽ വ്യക്തതയില്ല. US ഇതുവരെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടയിൽ ഇറാന്റെ സാമ്പത്തിക നട്ടലായ ഖാർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് അമേരിക്ക നിർണായക നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുണ്ട്. ഖാർഗ് ദ്വീപിൽ US കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ദ്വീപ് പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാന്റെ വരുമാനം തടയാനും യുദ്ധത്തിന്റെ ഗതി മാറ്റാനുമാണ് US ലക്ഷ്യമിടുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിലൂടെ തങ്ങളുടെ സൈനിക അഭിമാനത്തിലും പരമാധികാരത്തിലും വിട്ടുവീഴ്ചയിടുന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. US-ന്റെ F-18 വിമാനത്തെ ലക്ഷ്യം വെച്ചതായുള്ള അവകാശവാദവും 5 കർശന നിബന്ധനകൾ മുന്നോട്ട് വെച്ചതും നിലവിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ചർച്ചകൾക്ക് പകരം പ്രതിരോധം ആയുധമാക്കുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതേസമയം ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കം പശ്ചിമേഷ്യയെ മറ്റൊരു തലത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള എണ്ണ വിപണിയെയും സുരക്ഷാ സാഹചര്യങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കും.